നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താലപ്പൊലിക്കൊടുവിൽ ആനയിടഞ്ഞു. അടിയേറ്റ് കൊമ്പിനും കാലിനുമിടയിൽ പാപ്പൻ. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വിദേശത്തേക്ക് പോയവരെ തിരിച്ചെത്തിക്കും. ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റും. മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനമന്ത്രി രാജിവെക്കണം. രാഹുൽ ഗാന്ധി വയനാട്ടിൽ. ടൂറിസ്റ്റ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ. കേരള സർവകലാശാലയെ അപമാനിക്കാൻ ശ്രമം. ഗവർണർക്കെതിരെ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങൾ. വാർത്തകൾ വിശദമായി. പൂവാട്ടുപറമ്പിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞു. ചെമ്പകശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവത്തിനിടെ ഇന്നലെ രാത്രിയിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. ആനയുടെ ആക്രമണത്തിൽ കൊമ്പിനും കാലിനുമിടയിൽ കുടുങ്ങിയ പാപ്പൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി താലപ്പൊലി അവസാനിച്ച ശേഷമാണ് തടിച്ചുകൂടിയ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ സംഭവങ്ങൾ ഉണ്ടായത്. താലപ്പൊലിയുടെ പ്രദക്ഷിണം അവസാനിച്ച ശേഷം മുതൽ അയ്യപ്പൻകുട്ടി എന്ന ആന അസ്വസ്ഥത പ്രകടിപ്പിക്കുകയായിരുന്നു. ഒന്നാം പാപ്പൻ പരമാവധി ശ്രമിച്ചെങ്കിലും തെളിച്ച വഴിയെ നടക്കാൻ ആന കൂട്ടാക്കിയില്ല. ഈ സമയം തിടമ്പേറ്റിയ 4 പേർ ആനപ്പുറത്തുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആന ആക്രമണകാരിയാകുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന പാപ്പാനെ തട്ടി വീഴ്ത്തുകയും ചെയ്തു. കാലുകൊണ്ടുള്ള ശക്തമായ പ്രഹരമേറ്റ് താഴെ വീണുപോയ പാപ്പൻ കൊമ്പിനും കാലിനുമിടയിൽ നിന്ന് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഉടനെ തന്നെ ഇയാൾ എഴുന്നേറ്റു മാറുകയായിരുന്നു. ഇവിടെ നിന്നും ആന തിരിഞ്ഞോടിയതോടെ ആളുകൾ പല ഭാഗങ്ങളിലേക്കും ചിതറിയോടി. ഇതിന്റെ ഞെട്ടൽ ഉളവാക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. പരിഭ്രാന്തി സൃഷ്ടിച്ച ആനയെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഒന്നാം പാപ്പാനും സംഘവും തളച്ചതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളം കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ നേട്ടം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നേടാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണം. രാജ്യത്തെ 200 മികച്ച കോളേജുകളിൽ 41 എണ്ണം കേരളത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ അതുപോലെ നടപ്പാക്കാനെന്നു വരില്ല, പ്രായോഗികമാവണമെന്നില്ല. പക്ഷെ മനസ്സിലുള്ള ആശയം പങ്കുവയ്ക്കാം. അവ ഗൗരവമായി പരിഗണിക്കപ്പെടും. വിദേശത്തു പോയ വിദ്യാർത്ഥികളെ തിരിച്ചെത്തിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വഴി പ്രത്യേക പദ്ധതി സർക്കാർ നടപ്പാക്കും. ഭാവിയെ മുൻനിർത്തിയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ സയൻസ് പാർക്ക് തുടങ്ങിയവയ്ക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിട്ടത്. യുവാക്കൾ അറിവിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കണം. പുതിയ കാലത്ത് തൊഴിൽ നേടിയാൽ പോരാ, തൊഴിൽ ദാതാക്കളാകണം. കേരളത്തിന് ഗവേഷണ രംഗത്ത് വേണ്ടത്ര മികവ് പുലർത്താനാകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ട സംഭവങ്ങളിൽ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. വനമന്ത്രി രാജിവെക്കണം, അതിന് തയ്യാറായില്ലെങ്കിൽ പുറത്താക്കണമെന്നും ഇത്തരം മന്ത്രിമാർക്കായി നികുതി പണം ചെലവഴിക്കാൻ പാടില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖത്തിന് ശേഷമെങ്കിലും മുഖ്യമന്ത്രി വയനാട്ടിൽ നേരിട്ടെത്തി പ്രശ്നങ്ങൾ അറിയണമെന്നും അവരെ ആശ്വസിപ്പിക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു. വയനാട്ടിലെ ജനങ്ങളോട് പിണറായി വിജയൻ സർക്കാർ ജനാധിപത്യ വിരുദ്ധ നടപടികളാണ് സ്വീകരിക്കുന്നത്. വനം വകുപ്പ് വാച്ചർക്ക് മതിയായ ചികിത്സ നൽകിയില്ലെന്ന് കുടുംബം പറയുന്നു. ആനയുടെ ചവിട്ടേറ്റ ഒരാളെ മെഡിക്കൽ കോളേജുകൾ തമ്മിൽ മാറേണ്ടി വരുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജ് പേരിനു മാത്രമാണ്. ബോർഡ് വെച്ചതുകൊണ്ട് ആശുപത്രി മെഡിക്കൽ കോളേജ് ആകില്ല. താലൂക്ക് ആശുപത്രിയുടെ മുന്നിലാണ് മെഡിക്കൽ കോളേജ് എന്ന പേര് വെച്ചതെന്നും മുരളീധരൻ പറഞ്ഞു. വനമൃഗശല്യങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ മതിയായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ ഇതുണ്ട്. ഗവർണർക്കെതിരെ കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കേരള സർവകലാശാലയെ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കാനുള്ള നീക്കത്തിൽ നിന്ന് ചാൻസലർ പിന്മാറണം. നിയമപ്രകാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് സെനറ്റിൽ പങ്കെടുക്കാനും ചാൻസലറുടെ അഭാവത്തിൽ അധ്യക്ഷം വഹിക്കാനും അവകാശമുണ്ട്. ചാൻസലർ സർവകലാശാല നിയമങ്ങളെ വെല്ലുവിളിക്കരുതെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ. കേരള സർവകലാശാലയുടെ ചാൻസലർ ഉൾപ്പെടെയുള്ള പദവികളും ഭരണ സംവിധാനങ്ങളും സർവകലാശാല നിയമപ്രകാരമാണ് നിലവിൽ വന്നതെന്നും ചാൻസലർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ നിയമം ബാധകമാണെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ അറിയിച്ചു. ചാൻസലറും പ്രോ ചാൻസലറും സെനറ്റ് അംഗങ്ങളാണ്. ചാൻസലർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ വൈസ് ചാൻസലർ അല്ല, ചാൻസലറിലാണ് ചെയർ ചെയ്യേണ്ടതെന്ന് സർവകലാശാല ആക്ട് വ്യക്തമാക്കുന്നു. കേരള സർവകലാശാല ആക്ടിലെ ചാപ്റ്റർ 3 8 പ്രകാരം ചാൻസലറുടെ അഭാവത്തിൽ ചാൻസലറുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും പ്രോ ചാൻസലർക്ക് നിർവഹിക്കാം. പ്രോ ചാൻസലർ സെനറ്റിൽ ഷെയർ ചെയ്തത് നിയമപ്രകാരമാണ്. ചാൻസലർ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാതിരിക്കുകയോ പ്രോ ചാൻസലർ പങ്കെടുക്കുകയോ ചെയ്യുമ്പോൾ യോഗം ചെയർ ചെയ്യാൻ പ്രോ ചാൻസലർക്ക് അവകാശമുണ്ട്.